കപ്പ താളിച്ചതാണ് ഇന്നുണ്ടാക്കിയത്. കപ്പ ഉലർത്തിയതെന്നും പറയും. ഈ കപ്പയാണ് ഇന്ന് ഉലർത്തുന്നത്. ഇതേമാതിരി ചെറുതായി കൊത്തി നുറുക്കിയെടുക്കണം. ഞാനിവിടെ കപ്പ കുഴഞ്ഞ പാകത്തിനാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് വലിയ വേവുള്ള കപ്പയല്ല. കുറച്ചും കൂടി വലിയ പീസസായി കിടക്കണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി വലുതായിട്ട് കട്ട് ചെയ്യാം. കപ്പ കുഴയാതെ വേറിട്ട് കിടക്കണം എന്നുള്ളവർ കപ്പ കൂടുതൽ വേകുന്നതിന് മുമ്പ് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഈ പോർഷൻ കളയണം കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഇന്ന് ഞാൻ കപ്പ ഉലർത്തുന്നത്. ഈ റെസിപ്പിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ മീൻ കറിയും ചമ്മന്തിയും ഒന്നുമില്ലാതെ ഈ കപ്പ കഴിക്കാൻ കഴിയും. ഇനി ഈ വെള്ളം കളഞ്ഞിട്ട് കപ്പ ഒന്നുകൂടി കഴുകിയെടുക്കണം. അങ്ങനെ കഴുകിയെടുത്ത കപ്പ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇടുകയാണ്. അതിനുശേഷം കപ്പ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളമൊഴിക്കുക. വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഈ കപ്പ നല്ലതുപോലെ ഒന്ന് തിളച്ച് മറിയണം. ആ വെള്ളം ചെറുതായി കുറുകി തുടങ്ങുമ്പോൾ കപ്പ അതിൽ നിന്നും എടുത്തു മാറ്റണം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ പാത്രം അതേപടി മറിച്ച് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുന്നതിനേക്കാൾ സേഫ് ഇതേമാതിരി കപ്പ എടുത്തു മാറ്റുന്നതാണ്. കപ്പയിൽ ഒരു ടോക്സിക് കോമ്പൗണ്ട് ഉണ്ട്. അത് നമ്മൾ കഴിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ടാണ് ആദ്യം ഇതേപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുന്നത്. കപ്പ എല്ലാം എടുത്തു മാറ്റി ഇനി ഈ വെള്ളം കളയണം. അതിനുശേഷം ചീനച്ചട്ടി ഒന്നുകൂടി കഴുകിയെടുക്കണം. ഇനി ആ കപ്പ അതിലേക്കിടാം. കപ്പ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. വലിയ വേവുള്ള കപ്പയല്ല, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ കഴിയും. തിളച്ചു കഴിഞ്ഞാൽ അതൊന്ന് അടച്ചു വയ്ക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അല്പം കുഴഞ്ഞ പാകത്തിനാണ് ഇത് വേവിച്ചെടുത്തത്. കപ്പ വേറിട്ട് കിടക്കണം എന്നുള്ളവർ കുറച്ചുകൂടി നേരത്തെ ഇത് ഡ്രെയിൻ ചെയ്തെടുക്കണം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതേമാതിരി നല്ല കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചോറിനോടൊപ്പവും ചായ കാപ്പി ഇതിനോടൊപ്പം ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേറെ കറി ഒന്നും വേണ്ട. ഈ റെസിപ്പിയിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കപ്പയെല്ലാം എടുത്തു കഴിഞ്ഞാൽ ചീനച്ചട്ടി ഒന്നുകൂടി കഴുകിയതിനു ശേഷം ഒന്ന് ചൂടാക്കി എടുക്കണം. ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കടുകിടണം. കടുക് മുഴുവൻ പൊട്ടിക്കഴിയുമ്പോൾ ചെറിയുള്ളി സ്ലൈസ് ചെയ്തത്, ഉണക്കമുളക്, വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത്, കറിവേപ്പില ഇത്രയും കൂടി ഇടണം. മൂപ്പിച്ച ചെറിയുള്ളിയാണ് കപ്പ താളിച്ചതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. കരിയാതെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി ചേർക്കുന്നത് കൊണ്ട് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല. ഇതിൽ പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. വെറുതെ വഴറ്റിയാൽ പോരാ, ഇതേമാതിരി ആക്കിയെടുക്കണം. ഇത്രയുമായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം. അതിനുശേഷം ചതച്ച ഉണക്കമുളക് ഇടണം. ചതച്ച മുളക് മൂപ്പിച്ചെടുക്കുന്നതിന് ചീനച്ചട്ടിയുടെ ചൂട് മതി. ഈ ഒരു കപ്പ താളിച്ചത് മാത്രം മതി ചോറുണ്ണാൻ. 4 മണി ചായയ്ക്കും കാപ്പിക്കും ഒപ്പം കഴിക്കാനും ഇത് സൂപ്പർ ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് തരണം കേട്ടോ. വേവിച്ച കപ്പ അതിലേക്കിട്ടു. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം ഓൾറെഡി ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. ആഹാ, എന്താ ടേസ്റ്റ് എന്നറിയാവോ. ഇതേമാതിരി കുഴച്ചൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഷാപ്പ് കറി എന്നൊക്കെ പറഞ്ഞപ്പോൾ വാങ്ങാൻ കിട്ടത്തില്ലേ, അതിലൊക്കെ വേറിട്ടാണ് കിടക്കുന്നത്. അവർക്ക് ഇതേമാതിരി കുഴച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടം വരും. ഈ റെസിപ്പി കൊള്ളാമെന്ന് തോന്നുന്നവർ ഒന്ന് ഫീഡ്ബാക്ക് തരണം കേട്ടോ.
ഞാനിങ്ങനെ മുറ പോലെ ഓരോ വീഡിയോസിനും ഫീഡ്ബാക്ക് ചോദിക്കാറുണ്ട്. ആരും തരാറില്ല. അങ്ങനെ കപ്പ താളിച്ചത് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.